ആയിരക്കണക്കിന് സത്യവിശ്വാസികളും അനേകം വീഡിയോകളിൽ ഞാനും ആവർത്തിച്ചിട്ടുള്ളതുപോലെ താൻ തികഞ്ഞ നുണയനും വഞ്ചകനും വ്യാജനുമാണെന്ന് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക ദിവസമായ ദുക്രാനയിൽ പരസ്യമായി തെളിയിച്ചു. കുർബാനയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട തോമസ് മണ്ണൂരാമ്പറമ്പിൽ അച്ഛൻ എഴുതിയ 3 പുസ്തകങ്ങളുടെ പ്രകാശനത്തിനായി ബിബ്ലിയ സംഘടിപ്പിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പുസ്തക പ്രകാശനം നിർവഹിക്കാനാണ് മാണിപ്പറമ്പിലച്ഛൻ അയാളെ ക്ഷണിച്ചത്. മറ്റൊന്നിനുമല്ല. പക്ഷേ അയാളുടെയും വിമതരുടെയും നിലപാട് ന്യായീകരിക്കാനും സ്വയം വെള്ളപൂശി വെളുപ്പിക്കാനുമാണ് ആ 20 മിനിറ്റ് പ്രസംഗത്തിൽ അയാൾ ശ്രമിച്ചത്. അത് വേണ്ടായിരുന്നു. അതിനുള്ളൊരു വേദിയല്ലായിരുന്നു അത്. നുണകളുടെ ഒരു ചാക്കുകെട്ടാണ് അയാൾ നാണമില്ലാതെ അഴിച്ചു വെച്ചത്. അതിൽ നിന്ന് ഓരോന്നെടുക്കാം. അതുകൊണ്ടാണ് എനിക്കെതിരെ ആരെല്ലാം എന്തെല്ലാം സോഷ്യൽ മീഡിയയിൽ എഴുതിയാലും പറഞ്ഞാലും ഞാൻ ഒരിക്കലും ഒന്നിനും ആരോടും വഴക്കിന് വരാറില്ല. ഇന്നേ വരെ ഞാൻ നിങ്ങളോടൊന്നല്ല ഇങ്ങനെ എഴുതുന്ന ആരോടും കമാന്നൊരക്ഷരം മറുപടിയായി എഴുതിയിട്ടേയില്ല. സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാറുമില്ല. വെറും നുണ. 3 വർഷം സീറോ മലബാർ സഭയുടെയും KCBCയുടെയും മീഡിയ കമ്മീഷൻ ചെയർമാനായിരുന്നപ്പോൾ അയാൾ ആ പണി ചെയ്തത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ ആയിരുന്നു. ഒന്നുകിൽ അയാൾ പണിയൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞത് പച്ചക്കള്ളം. ശബരിമല വിഷയം, ഛത്തീസ്ഗഡ് കന്യാസ്ത്രീമാരുടെ അറസ്റ്റ്, വീര്യം കുറഞ്ഞ മദ്യം, തിരഞ്ഞെടുപ്പ്, റബ്ബറിൻ്റെ താങ്ങുവില തുടങ്ങി സകലമാന വിഷയങ്ങളിലും പ്രതികരിക്കുന്ന ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്തെന്ന് കേട്ടപ്പോൾ കണ്ടോളൻസ് സന്ദേശം വാട്സാപ്പിൽ അയച്ചിട്ടുള്ള പാംബ്ലാനിക്ക് ഈ വിവരങ്ങളെല്ലാം കിട്ടിയത് വെളിപാട് മീഡിയ വഴിയാണോ? സത്യത്തിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയ അധികം ഉപയോഗിക്കുന്ന ആളല്ല, ശ്രദ്ധിക്കുന്ന ആളല്ല എന്ന് പാംബ്ലാനി പറയുമ്പോൾ, എടോ മണിപ്പറമ്പ, എടാ പുല്ലാട, നിങ്ങളെയൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല എന്നല്ലേ അയാൾ പറയുന്നത്? മനുഷ്യനെ ആദ്യമായി ചതിച്ചത്, തിന്മയിലേക്ക് നയിച്ചത് സർപ്പമാണ്, പാമ്പ്. സഭയെ തെറ്റിലേക്ക് നയിക്കുന്ന പാംബ്ലാനിയും ആദ്യത്തെ സർപ്പവും തമ്മിൽ എന്താണ് വ്യത്യാസം? മാറാനോ എതിർത്ത് തോൽപ്പിക്കാനോ അകറ്റി നിർത്താനോ ഉള്ള കാരണങ്ങളാണ് എന്ന് ഞാൻ ഒരു കാലത്തും വിശ്വസിക്കുന്നില്ല. വ്യക്തിപരമായി എടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കണ്ടോളൻസസ് അയച്ചത് പാംബ്ലാനി? ഈ അച്ഛനിവിടെ ഉയർത്തി കാണിച്ച ഈ തക്സ, ആ തക്സ അതേപടി അന്നാപ്പെസഹ തിരുനാൾ മുതൽ വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ എന്ന് പറയുന്ന ആ പ്രാർത്ഥന വരെയും ഇതേ തക്സ ഉപയോഗിച്ച് കുർബാന ചെല്ലുന്നവരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ. അവർ പുതിയൊരു തക്സ എഴുതിയുണ്ടാക്കുകയോ കണ്ടുപിടിക്കുകയോ ചെയ്തിട്ടില്ല. ആര് വിശ്വസിക്കുമെന്ന് ഉറപ്പിച്ചാണ് ഈ മനുഷ്യൻ ഇത്രയ്ക്ക് കല്ലുവെച്ച നുണ തട്ടിവിടുന്നത്? തക്സപ്രകാരം മാത്രമാണ് എറണാകുളത്തെ വൈദികർ കുർബാന ചൊല്ലുന്നതെങ്കിൽ ഇവിടെ കുർബാന തർക്കമെന്നൊരു വിഷയമേ ഉണ്ടാകുമായിരുന്നില്ല. തനിക്ക് അധികാരമുള്ള ബസിലിക്ക പള്ളിയിൽ വികാരിയായ ആൻ്റണി പൂതവേലിയച്ഛൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തക്സ അനുസരിച്ചുള്ള കുർബാന ചൊല്ലാനാണോ 33 വെള്ളക്കുപ്പായ ഗുണ്ടകൾ ബസിലിക്കയിൽ അതിക്രമിച്ച് കയറിയതും അവർ തന്നെ മൂത്രപ്പുരയ്ക്ക് മുന്നിൽ പാതിവേഷത്തിൽ കുർബാന ചൊല്ലിയതും? എറണാകുളത്ത് പ്രശ്നമുണ്ടെന്ന് അയാൾ തന്നെ പറയുകയും ചെയ്യുന്നു. ആ പ്രശ്നം മറ്റെന്ത് വിഷയത്തിലാണ് പാംബ്ലാനി? സാവകാശം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കൊടുത്തിരിക്കുന്നത് അത് ഞാൻ എന്ന വ്യക്തി ഒറ്റയ്ക്കെടുത്ത തീരുമാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും മെത്രാണിച്ചന്മാർ ഏകപക്ഷീയമായെടുത്ത തീരുമാനമല്ല. വത്തിക്കാൻ്റെ അറിവോടും അനുവാദത്തോടും കൂടിയാണ് താൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പാംബ്ലാനി പറഞ്ഞതും വ്യാജമാണ്. അങ്ങനെ ഒരു സമ്മതവും വത്തിക്കാൻ കൊടുത്തിട്ടില്ല എന്നതിൻ്റെ തെളിവ് ഒരു രേഖയും കാണിച്ചിട്ടില്ല എന്നതാണ്. മാത്രമല്ല, അങ്ങനെ ഒരു രേഖയുണ്ടെങ്കിൽ ആരാണത് പുറത്തുവിടാതിരിക്കുന്നത്? മണവാളനെ, വർഗീസ് മണവാളൻ, മണവാട്ടിക്കൊപ്പം സഭയ്ക്കൊപ്പം വത്തിക്കാൻ തിരിച്ചെടുത്തു എന്നതും വ്യാജമായിരുന്നു എന്നതിൻ്റെ തെളിവ് അതിനൊരു രേഖയുമില്ല എന്നതാണ്. പാംബ്ലാനി, നിങ്ങൾ ആരോടാണ് ഇതൊക്കെ പറയുന്നത്? ഇവിടുത്തെ ജനങ്ങൾ അന്ധരും ബധിരരും മന്ദബുദ്ധികളുമാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? നിങ്ങളെപ്പോലൊരു വ്യാജനെ ഈ സഭയുടെ തലപ്പത്ത് കയറ്റിവെക്കാൻ മാത്രം അബദ്ധം ദൈവത്തിന് പറ്റുമോ? പിശാചിന് ദൈവത്തെക്കാൾ പവറുണ്ടോ എന്നൊക്കെ വിശ്വാസികൾ ആശയക്കുഴപ്പത്തിലാവുകയാണ്. എന്നെയും പോലും എൻ്റെ പുറത്ത് ആഞ്ഞടിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈവിരൽ പാടുകൾ എൻ്റെ പുറത്ത് ഒരു മാസത്തോളം മായാതെ കിടപ്പുണ്ട്. ആ ഒരു വ്യക്തി തന്നെ എൻ്റെ ഡ്രൈവറെ ചവിട്ടി വീഴ്ത്തുകയും എറണാകുളം അരമനയിൽ വെച്ച് ചവിട്ടി വീഴ്ത്തി അവൻ്റെ കഴുത്തിൽ ചവിട്ടി പിടിച്ചിട്ടുണ്ട്. കേട്ടില്ലേ? പുറത്തടി കിട്ടി പോലും, ഡ്രൈവറുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു പോലും. മുൻപൊരിക്കലും കേട്ടിട്ടില്ലാത്തൊരു കഥ. ആര്, എവിടെ വെച്ച്, എന്നൊന്നും പറയാതെ ഇങ്ങനെ ഒരു കഥയുണ്ടാക്കുന്നത്
താൻ സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാണ് എന്ന വേഷം കെട്ടാണ്. അഥവാ അടി കിട്ടിയെങ്കിൽ വിമതരുടെ വക ആകാനാണ് സാധ്യത. നിങ്ങൾ ആരാ അവിടെ പോയി ആ കത്ത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടാൻ? ആരാണ് നിങ്ങൾ? അതിനുള്ള ചരിത്രം അവർക്കുണ്ടല്ലോ. ആൻഡ്രൂസ് മെത്രാന്റെ കാല് തല്ലിയൊടിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതും തോട്ടുപുറം അച്ഛനെ ചവിട്ടി വീഴ്ത്തിയതും വിമതർ തന്നെയാണല്ലോ. ഒരു പക്ഷേ അടി കൊടുത്താവാം പാമ്പ്ലാനിയെ വിമതരുടെ വലയിൽ കയറ്റിയത് എന്നും വരാമല്ലോ. പിന്നെ ഒരു കാര്യം, കൈകൊണ്ട് പുറത്തൊരടി കിട്ടിയാൽ അതിൻ്റെ പാട് ഒരു മാസമൊന്നും കിടക്കില്ല. അടി കൊണ്ടിട്ടുള്ളവർക്കും അടി കണ്ടിട്ടുള്ളവർക്കും അറിയാം. ആരെങ്കിലും സ്നേഹത്തോടെ തലോടിയതുമാകാമല്ലോ. കാണ്ടാമൃഗത്തിൻ്റെ മാതിരി കട്ടിത്തൊലിയുള്ള പാമ്പ്ലാനിയുടെ ദേഹത്ത് അങ്ങനെ ഒരു പാട് മായാതെ കിടക്കുമോ? പാട് വീഴുമോ? കുട്ടിത്തൊലിയൊന്നുമല്ലല്ലോ നിങ്ങളുടേത്. രണ്ടാമതായി ഞാൻ നിയമ നടപടി സ്വീകരിച്ച 2 കാര്യത്തിലാണ്. കത്തീഡ്രൽ പള്ളിയിൽ ദിവസങ്ങളോളം ആളുകൾ താമസം തുടങ്ങിയ സാഹചര്യത്തിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, ഈ വിഷയം നിയമപരമായി ഞാൻ പരിഹരിച്ചോളൂ. ഞാൻ കോടതിയിൽ പറഞ്ഞു, ഈ പള്ളി പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് ഇങ്ങനെയുള്ള താമസം പാടില്ല, അവരെ ഇറക്കി വിടും. കോടതി അവരെ ഇറക്കി വിട്ടു. ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനി, നിങ്ങൾക്ക് നാണമില്ലേ സത്യം മറച്ചു വെക്കാൻ? ബസിലിക്ക കയ്യേറിയെന്നോ? ആരാണ് കയ്യേറിയത്? ബസിലിക്കയിൽ കുർബാന പാടില്ല എന്ന കോടതി വിധി നിലവിലിരിക്കെ അത് ലംഘിച്ച് ആദ്യം ഒരു വെള്ളക്കുപ്പായ ഗുണ്ടയെ കൊണ്ടും പിന്നെ നിങ്ങൾ തന്നെയും അവിടെ കുർബാന ചൊല്ലിയതല്ലേ കയ്യേറ്റം? അത് അവസാനിപ്പിക്കാനല്ലേ അവിടെ കുറച്ച് സത്യവിശ്വാസികൾ കയറിയത്? എന്നിട്ട് കോടതി അവരെ പുറത്താക്കി എന്ന് നിങ്ങൾ പറയുന്നത് കള്ളമല്ലേ? കോടതി ഇടപെട്ടുണ്ടാക്കിയ വ്യവസ്ഥകളോടെ വിശ്വാസികൾ പുറത്തിറങ്ങി കൊടുത്തു എന്നതല്ലേ സത്യം? പാമ്പ്ലാനി 3 മാസം അവിടെ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം അനുവദിച്ചതുകൊണ്ടല്ലേ കോടതിയും പോലീസും ഇടപെട്ടിട്ടും ഇറക്കി വിടാൻ പറ്റാഞ്ഞതും നിങ്ങൾ കോടതിയിൽ പോയതും? ഇനി നിങ്ങൾക്കുള്ള മറുപടി ഇവരൊക്കെ തരും. ആദ്യം മാണിപ്പറമ്പിലച്ചൻ. കർത്താവ് ഉത്ഥാനം ചെയ്തിട്ട് ആദ്യം ചെയ്ത കാര്യം എന്താണ്? എമ്മാവൂസിലേക്ക് പോയി. അവിടെ എന്താ ചെയ്തത്? വഴിയിൽ വെച്ച് വചനം വ്യാഖ്യാനിച്ചു. വഴിയിൽ വെച്ച് വചനം. വീട്ടിൽ കയറിയപ്പോൾ കുർബാന അർപ്പിച്ചു അല്ലേ? അങ്ങനെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് മുറിച്ച് കൊടുത്തപ്പോൾ അവരെ കണ്ണുകൾ തുറക്കപ്പെട്ടു. കർത്താവ് ആ ഉത്ഥാനം ചെയ്ത് അന്ന് ചെയ്തത് കുർബാന അർപ്പിക്കുകയാണ്. വഴിയിൽ വെച്ചാണ് വചന വ്യാഖ്യാനം, വീട്ടിൽ വെച്ചാണ് അനാഫറ. ഇതല്ലേ കർത്താവ് സഭയെ ഏൽപ്പിച്ചത്? ഇതല്ലേ ഞാൻ കർത്താവ് നേരിട്ട് നൽകിയതാണ് കുർബാന എന്ന് പറയുന്നത്. കുർബാനയാണ് ആദ്യം, അതിൽ നിന്നാണ് വചനം എഴുതപ്പെട്ടത്. ആദ്യത്തെ 17 കൊല്ലം കുർബാന മാത്രമേ ഉണ്ടായിരുന്നു, ലിറ്റർജിയാണ് ഉണ്ടായിരുന്നത്. ലിറ്റർജിയിൽ നിന്നാണ് വചനം ഉണ്ടായത്, എഴുതപ്പെട്ട വചനം. അതുവരെ വാമൊഴിയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇത്രമാത്രം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ലിറ്റർജി. ബൈബിളിൽ ഒരു വചനം മാറ്റം നമുക്ക് അധികാരമില്ല, ലിറ്റർജിയിൽ ഒന്നും മാറ്റം നമുക്ക് അധികാരമില്ല. സഭയ്ക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് സഭ പറയുന്ന പോലെ ചെയ്യണമെന്ന് പറയുന്നത്. അത് നമ്മളും ചെയ്യണം, നമ്മുടെ അച്ഛന്മാരും ചെയ്യണം. എറണാകുളത്തെ അച്ഛന്മാരും എറണാകുളം അങ്കമല വൈദികരും ചെയ്യണം, ലോകത്തിലെ സകല വൈദികരും ചെയ്യണം. അത് നമ്മൾ അൽമായര് പ്രഖ്യാപിക്കുകയാണ്, അവരോട് വിനീതമായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇത് ക്യാപ്റ്റൻ ടോം ജോസഫ്. എല്ലാം തുടങ്ങിയത് ഇപ്പോൾ മാത്രം 60 വർഷത്തെ പാരമ്പര്യം പറയുന്നു. അപ്പൊ 60 വർഷത്തിന് മുമ്പുള്ളത് എന്തായിരുന്നു? പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്റെ അപ്പൂപ്പന്മാരുടെ അല്ലേ? ആ പാരമ്പര്യം എന്തുകൊണ്ട് മറന്നു പോകുന്നു? അത് എറണാകുളത്ത് മാത്രം എന്തുകൊണ്ട്? പന്താനി പിതാവ് പറഞ്ഞത് 2 കാര്യത്തിന് കേസ് കൊടുത്തു. രണ്ടാമത്തെ കേസ്, ഞങ്ങൾ എന്തിന് കത്തീഡ്രലിൽ കയറിയിരുന്നു, എന്തുകൊണ്ട് അവിടെ കുർബാന ചെയ്യും? അവിടെ കോടതി ഓർഡർ ഉണ്ടായിരുന്നു. കോടതി ഉത്തരവനുസരിച്ച് അവിടെ ഒരു കുർബാനയും പാടില്ലാത്തതാണ്. സഭയുടെ ഉത്തരവനുസരിച്ച് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സഭയുടെ ഏകീകൃത കുർബാന മാത്രമേ പാടുള്ളൂ. ബഹുമാനപ്പെട്ട തളിയൻ ഞായത്തച്ഛൻ വികാരിയായിരുന്നപ്പോൾ കുർബാന ചെല്ലണം എന്നുള്ള ആവശ്യമായി ചെന്നപ്പോൾ പാമ്പ്ലാനി പിതാവ് തന്നെ എഴുതി കൊടുത്തു, ഇവിടെ കേസ് നിലനിൽക്കുന്നത് കൊണ്ടും സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടും ഇവിടെ കുർബാന പാടില്ല എന്ന്. അതേ പാമ്പ്ലാനി പിതാവ് ഇപ്പോഴത്തെ മങ്ങാട്ടച്ഛൻ എഴുതി കൊടുക്കുന്നു കുർബാന ചൊല്ലിക്കോളാൻ. അതനുസരിച്ച് ഡിസംബർ 1 മുതൽ കോടതി വിധിയെ മാനിക്കാതെ, സഭയുടെ വിധിയെ മാനിക്കാതെ അവിടെ ജനാഭിമുഖ കുർബാന ആരംഭിച്ചു. ഡിസംബർ 1-ാം തീയതി. ഡിസംബർ 3-ാം തീയതി പാമ്പ്ലാനി പിതാവ് ഒരു കുർബാന ചൊല്ലി, ഏകീകൃത കുർബാനയായിരുന്നു. വത്തിക്കാനിൽ ചെന്ന് മാർപ്പാപ്പയുടെ കയ്യിൽ നേരിട്ട് ഇവിടുത്തെ വിശ്വാസികളുടെ സങ്കടങ്ങളും പരാതികളും ആവലാതികളും എഴുതി കൊടുത്ത ജോയ് ജോസഫ്.
അച്ഛന്റെ ശിഷ്യനായ എറണാകുളം മെട്രോപൊളിറ്റൻ വികാരി പാമ്പ്ലാനി പിതാവ് നമ്മളോട് പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുക. പച്ചക്കള്ളം. ഇനി ഒരു അധ്യാപകന്റെ മുമ്പിൽ ഒരു മെത്രാപ്പൊലീത്ത ഇത്ര വ്യക്തമായി കള്ളം പറഞ്ഞിട്ട് ഇവിടെ നിറഞ്ഞുപോയി. കുർബാനി എന്നാൽ അനുസരണത്തിന്റെ വരി എന്നാണ്, സമാധാനത്തിന്റെ വരി അല്ലെന്നല്ല ഞാൻ പറയുന്നത്, അനുസരണത്തിന്റെ വരി. എങ്ങനെ ഈ അച്ഛന്മാര് ഇത്ര കൊല്ലം പഠിച്ചിട്ട് അനുസരണമില്ലാത്ത ബലി കണ്ടിട്ട് നമ്മളത് കാണണം? ഞാൻ സത്യം പറയും, ഇഷ്ടമുള്ളവൻ അനുസരിക്കുക. എങ്ങനെയാണ് മെട്രോപൊളിറ്റൻ വികാരി പാമ്പ്ലാനി പിതാവ് ഇത്ര വലിയ കള്ളം നമ്മളോട് പറഞ്ഞിട്ട് പിരിഞ്ഞു പോയത്? പിതാവ് ഇത്ര വലിയ കള്ളം പറഞ്ഞിട്ട് ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ പോകുന്നതെന്നോ ഞാൻ ചോദിച്ചതാ. ഇപ്പൊ ഒരു മിനിറ്റ് ചോദിച്ചതാ. എല്ലാ കാര്യങ്ങളും ഈ സഭയിൽ അല്ലാണ്ട് ലിറ്റർജിയുടെ കാര്യത്തില് ഒരു തീരുമാനം എറണാകുളക്കാർക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് കുർബാന കിട്ടുക തന്നെ ചെയ്യും. നെഞ്ചു വിരിച്ച് നിന്നോളൂ. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ദൈവിക പദ്ധതി ആയിരിക്കും, അല്ലെങ്കിൽ ആരാധനക്രമത്തെ പറ്റി നമുക്കൊന്നും അറിയണ്ടാവില്ല. നമ്മളൊന്നും അറിയാതെ നമ്മളും മരിച്ചുപോയി, ലോകത്ത് നിന്ന് കിടന്നുപോയി. ഇതൊക്കെയാണോ ഈ സഭയുടെ കാര്യങ്ങൾ? ഇവരൊക്കെയാണോ നയിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇന്നിവിടെ വന്നതുകൊണ്ട്. അറിവുള്ളവരുണ്ടെങ്കിൽ ഞാൻ എഴുതിയ കത്തിന്റെ അടിയില് ഏതെങ്കിലും ഒരു മെത്രാനോട് ഒപ്പിട്ട് തരാമോ? ഈ കാര്യം കുർബാന പ്രശ്നം അപ്പം തീരും. ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ലൈവ് മെത്രാനെ കൊണ്ട് ഞങ്ങൾ കൊടുത്ത പെറ്റീഷന്റെ അടിയിൽ ഒപ്പിട്ടാൽ മാർപ്പാപ്പ അതിന് തീരുമാനം എടുത്തിരിക്കും. ഇത്രയും കേട്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ബിബ്ലിയ പരിപാടിക്കെതിരെ മുറവിളി കൂട്ടിയവരും ഇതിൽപ്പെട്ടവരെയെല്ലാം തെറി പറഞ്ഞവരും ഇനി പറയട്ടെ, ഇതിലാരെങ്കിലും പാമ്പ്ലാനിയുടെ കീശയിലാണോ? ആരെയെങ്കിലും പാമ്പ്ലാനിക്ക് വിലക്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നുകൂടി, നിങ്ങളെ ആരാണ് വിലക്കെടുത്തത്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? സഭയാകെ ഇത്രയും നശിച്ചു നാറിയ ഒരു കാലഘട്ടമില്ല. സത്യവിശ്വാസികളുടെ ശക്തിയെല്ലാം വിശ്വാസത്തിലായിരുന്നു. ഇപ്പോഴും അതെ. എത്രയോ മനുഷ്യർ സഭയിൽ നിന്ന് അകന്നുപോയി. എത്രയോ ചെറുപ്പക്കാർ എന്തിന് പള്ളി, എന്തിന് കുർബാന, ഇങ്ങനെയാണോ സഭ എന്നൊക്കെ പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നു. എത്രയോ പേർ തമ്മിൽ കണ്ടാൽ മിണ്ടാതായി. ഒന്നിച്ച് നിന്നിരുന്ന ഇടവകകളൊക്കെ ഛിന്ന ഭിന്നമായി. ഇതിനെല്ലാം കാരണം നാശത്തിൻ്റെ സന്തതികളായ നിങ്ങളാണ് മെത്രാന്മാരെ. നട്ടു വളർത്തേണ്ട നിങ്ങൾ വെട്ടി നശിപ്പിക്കുകയല്ലേ ചെയ്തത്? വിമതരുടെ വിഷവിത്തുകൾ വിതച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കാത്ത് കൊടിയ ദുരന്തം മുകളിൽ തയ്യാറാവുന്നുണ്ട് എന്ന കാര്യം മറക്കണ്ട. പക്ഷേ അപ്പോഴും വിശ്വാസത്തിൻ്റെ തിരുനാളം കെടാതെ സൂക്ഷിക്കുന്ന കുറച്ച് വിശ്വാസികൾ, കരുത്തുറ്റ പോരാളികൾ ഇവിടെ എന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് ഈ സഭ നിലം പൊത്താതെ നിവർന്നു നിൽക്കുകയാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റാഞ്ഞടിച്ചു, പക്ഷേ ആ ഭവനം വീണില്ല. കാരണം അതിൻ്റെ അടിസ്ഥാനം പാറമേലായിരുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 24-25 വാക്യങ്ങളിലും, നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ ഭവനം പണിയും, നരകവാതിലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ലും പറയുന്നു. രണ്ട് സാഹചര്യങ്ങളിലാണ് ഇത് പറയുന്നതെങ്കിലും, രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നതെങ്കിലും ഇതിൽ സമാനതകളുണ്ട്. പാറമേൽ പണിത ഭവനം യേശുവിലുള്ള വിശ്വാസത്തിൽ ഉറപ്പിച്ച ജീവിതമാണ്, യേശു സ്ഥാപിച്ച സഭയുമാണ്. കാറ്റടിക്കുകയില്ലെന്നോ വെള്ളപ്പൊക്കമുണ്ടാകുകയില്ലെന്നോ, കാറ്റടിച്ചാലും വെള്ളപ്പൊക്കമുണ്ടായാലും ഇളക്കം തട്ടുകയില്ലെന്നോ അല്ല പറയുന്നത്. ഈ ഭവനം താഴെ വീഴില്ല എന്നാണ് പറയുന്നത്. 2000-ലധികം വർഷമായി അനേകം പെരുമഴകളും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റുമൊക്കെ ആഞ്ഞടിച്ചിട്ടും തകരാതെ നിൽക്കുന്ന ഒരേ ഒരു ഭവനമാണ് നമ്മുടെ സഭ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അത് കണ്ടെത്തുന്നവർ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം എന്നും സുവിശേഷത്തിൽ പറയുന്നു. സ്വർഗരാജ്യം ഒരു മുത്താണ്. അത് സ്വന്തമാക്കാൻ യേശു ക്രിസ്തു തന്ന മൂലധനമാണ് വിശ്വാസവും വിശുദ്ധ കുർബാനയും. ഈ മുത്താണ് പാമ്പ്ലാനി ഉൾപ്പെടെയുള്ള വിമതർ പന്നികളെപ്പോലെ ചെളിയിൽ ഉരുട്ടി കളിക്കുന്നത് എന്ന ഓർമ്മ വേണം. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ ക്രൂര വിളയാട്ടം കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? നിങ്ങളിതൊന്നും കാണുന്നില്ലേ? സഭയെ നയിക്കേണ്ടവർ തന്നെ ഈ സഭയെ വേദനിപ്പിക്കുന്നതും ക്രൂശിക്കുന്നതും കണ്ടിട്ട് നിങ്ങൾക്ക് വേദന തോന്നുന്നില്ലേ?